ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ആൻഡ് പ്രൈം കോഴ്സ് എന്ന് പറയുന്നത് MBBS ആണ്. ഒരു MBBSന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? യെസ്. MBBSന് ജോയിൻ ചെയ്യാനുള്ള സ്റ്റുഡന്റ് ബേസിക് നീറ്റ് എക്സാം എന്നുള്ളൊരു എക്സാം എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു കടമ്പ എന്ന് പറയുന്നത്. അപ്പം നീറ്റ് എക്സാം എഴുതാനായിട്ട് ഒബിയസ്ലി നമുക്ക് നീറ്റ് രജിസ്ട്രേഷൻ ചെയ്യണം. അത് ഒരു പക്ഷേ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അതിന് നോട്ടിഫിക്കേഷൻ ഉണ്ടാവുന്നത്. ആ സമയത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മെയ് മാസം ആകുമ്പോഴാണ് എൻട്രൻസിൻ്റെ എക്സാം ഉണ്ടാവുന്നത്. ആ എക്സാമിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമുക്കതിൽ നല്ല റാങ്കുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി അഡ്മിഷന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഈ MBBSന്റെ കേസിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ MBBSലെ സീറ്റുകളുടെ എണ്ണം, അതേപോലെ തന്നെ കോട്ട സിസ്റ്റംസ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇന്ത്യയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ +2 ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. +2 ബയോളജി നിർബന്ധമായിട്ടും എടുക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള സ്ട്രീംസ് എടുത്തിട്ടുള്ള കുട്ടികൾക്കാണ് ഈ MBBSന്റെ നീറ്റിന്റെ എക്സാം അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു യോഗ്യത കിട്ടുന്നത്. ഒരിക്കൽ ഇവർ നീറ്റ് എക്സാം എഴുതി നീറ്റിൽ നല്ല മാർക്ക് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ അലോട്ട്മെന്റ് സിസ്റ്റത്തിലേക്ക് കടക്കുവാണ്. ഈ അലോട്ട്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിന് 100% ഗവൺമെന്റ് കൺട്രോളുള്ള അലോട്ട്മെന്റ് സിസ്റ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് കോളേജുകൾ അലോക്കേറ്റ് ചെയ്യപ്പെടും. അതിൽ ആ സിസ്റ്റം ഫോളോ ചെയ്തിട്ട് അവർക്ക് അഡ്മിഷൻ കിട്ടുന്നു എന്നുള്ളതാണ് ഈ MBBSന്റെ ഒരു എൻട്രൻസ് മുതൽ അവർക്ക് അഡ്മിഷൻ കിട്ടുന്ന വരെയുള്ള ഒരു പ്രൊസീജിയേഴ്സ്. ഇതിലേക്ക് പല കടമ്പകളും ഉണ്ട്. ലൈക്ക് അവർക്ക് ആദ്യം തന്നെ എക്സാം എഴുതി റിസൾട്ട് വന്ന് അതിൽ എലിജിബിൾ ആവുക എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം ഇതിൽ നമ്മൾ പറയുന്നത് എലിജിബിൾ എന്ന് പറയുന്ന പോലെയായിട്ട് ഇതിന്റെ ഒരു ക്വാളിഫയിങ് മാർക്ക് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ പ്രാവശ്യം 23 ലക്ഷത്തിന്റെ അടുത്തുള്ള കുട്ടികളാണ് എക്സാം ഇതിനു വേണ്ടി എഴുതിയിട്ടുള്ളത്. ഇതിൽ പകുതിയോളം കുട്ടികളാണ് ക്വാളിഫൈ ആവുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു 12 ലക്ഷത്തോളം കുട്ടികളാണ് ക്വാളിഫൈ ആവുന്നത്. എത്ര സീറ്റാണ് കുട്ടികളെ ഇന്ത്യയിൽ 1,15,000 സീറ്റാണ് ഏകദേശം ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 2026 ആവുമ്പോൾ ഏകദേശം ഒരു 5,000 സീറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് 1,20,000 സീറ്റുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആവും. എല്ലാ വർഷവും ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കുണ്ടെങ്കിൽ ഒരു 6-7 വർഷം മുമ്പൊക്കെ 70,000 80,000 സീറ്റിന്റെ സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ഒരു 1.15 അല്ലെങ്കിൽ 1.2 ലാക്സ്, അതായത് 1,20,000 സീറ്റുകളിലേക്കൊക്കെ ആയിട്ട് അഡ്മിഷൻ സീറ്റുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എങ്കിലും നമ്മൾ ഓർക്കേണ്ട കാര്യമെങ്കിൽ ഈ 12 ലക്ഷം ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളിൽ നിന്നാണ് ഈ പറയുന്ന 1,15,000 കുട്ടികൾക്ക് സീറ്റ് കിട്ടേണ്ടത് 2025. അതായത് 23 ലക്ഷം സ്റ്റുഡൻസ് ഇത് എഴുതുന്നുണ്ട്. അതെ. അതില് 12 ലക്ഷമാണ് ക്വാളിഫൈ ചെയ്യുന്നത്. അതെ. അതില് സീറ്റ് അവൈലബിൾ ആകുന്നത് 1,20,000. അതെ. അപ്പൊ ഈ ബാക്കി സ്റ്റുഡൻസ് എന്താ പിന്നെ അല്ല, അവർ ക്വാളിഫൈഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന നീറ്റിന്റെ ഈ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പിന്നെ പങ്കെടുക്കാനായിട്ട് പറ്റില്ല. അവര് വീണ്ടും അടുത്ത വർഷം നീറ്റിന് എക്സാം എഴുതിയിട്ട് അവർ ക്വാളിഫൈങ് സെയിം പ്രോസസ് തന്നെ ചെയ്യണം. ഇതിന്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു മാർക്ക് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഒരു 144ന്റെ മാർക്കും, അതേപോലെ തന്നെ SC/ST കാറ്റഗറിക്ക് ആണെങ്കിൽ 114 എന്നുള്ള സ്കോറാണ് വേണ്ടത്. ആ സ്കോറിന്റെ മേളിലുള്ള കുട്ടികളാണ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ 12 ലക്ഷം എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡന്റ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ MBBSന്റെ കോഴ്സുകൾ മാത്രമല്ല, MBBS അതുപോലെ തന്നെ വെറ്റിനറി സയൻസ്, ആയുഷ് പോലത്തെ കോഴ്സുകൾ, ഇങ്ങനെ ധാരാളം കോഴ്സുകൾ അണ്ടറിലുണ്ട്. BDS പോലത്തെ കോഴ്സുകൾ. ഒരു പക്ഷേ MBBSനായിരിക്കും കൂടുതൽ ഡിമാൻഡും അല്ലെങ്കിൽ ഈ പറയുന്ന കോമ്പറ്റീഷൻ നമ്മൾ കാണുന്നതും എല്ലാം MBBSന്റെ സീറ്റുകൾ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ഒരു തിരക്കാണ് കൂടുതൽ കാണുന്നത്. അതെ. ഇനി ഇതിനകത്ത് ഇവർക്ക് സ്പെഷ്യൽ കോട്ടകളൊക്കെ ഉണ്ടോ ഈ കുട്ടികൾക്ക്? അതെ. അതായത് MBBSന്റെ അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 1,15,000 ആൾക്കാർക്ക് ഇന്ത്യയിലത്തെ എല്ലാ മെഡിക്കൽ കോളേജിലായിട്ട് സീറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ ഓബിയസ്ലി എല്ലാവർക്കും അവരുടെ മാർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഒരേ മാർക്കുള്ള പല കുട്ടികളുണ്ടായിരിക്കും. അപ്പൊ എല്ലാവരുടെയും റാങ്കുകൾ ഡിഫറെന്റ് ആയി. ഒരേ മാർക്കുള്ള കുട്ടിയാണെങ്കിലും അവരുടെ റാങ്കുകൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ റാങ്ക് എത്ര നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത് വരുന്നൊരു അല്ലെങ്കിൽ മൂന്നാമത് വരുന്നൊരു കാറ്റഗറിയാണ് അവരുടെ കോട്ട. അപ്പം ഏത് കോട്ടയിലാണ് അഡ്മിഷൻ കിട്ടുന്നതെന്നുള്ളത്. അപ്പം ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് കോട്ടാസ് ആണ് ഉള്ളത്. ഒന്ന് ഓൾ ഇന്ത്യ കോട്ട. എല്ലാ കോളേജുകളിലും അവർക്ക് 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ളതാണ്. സോ ഈ നീറ്റിൽ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് റിഗാർഡ്ലെസ് ഓഫ് എനി സ്റ്റേറ്റ്, എനി യൂണിയൻ ടെറിട്ടറി, എനി പ്രൈവറ്റ് കോളേജ്, ഡീംഡ് കോളേജ് എന്താണെന്നുണ്ടെങ്കിലും
അതിലത്തെ 15% സീറ്റുകളും ഈ പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ കോട്ടയിലത്തെ മെറിറ്റിന്റെ ബേസിൽ ഇത് തന്നെ കിട്ടാവുന്നതാണ്. പിന്നീടുള്ള 85% സീറ്റുകൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺട്രോളിലാണ്. അപ്പോൾ അതിന്റെ കോട്ടയിൽ നിന്നാണ് പിന്നെയുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന് തീരുമാനിക്കാൻ പറ്റുന്ന സീറ്റുകൾ. അതും മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഇതിൽ തന്നെ ഓൾ ഇന്ത്യ കോട്ടയിലാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ കോട്ടയിലാണെന്നുണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു SC/ST, ജനറൽ എന്നുള്ള കാറ്റഗറിയിൽ, അതുപോലെ ഇക്കണോമിക്കലി ബാക്ക്വേർഡ്, എക്സ് സർവീസ്മെൻ, ESI, ഇങ്ങനത്തെ ധാരാളം കാറ്റഗറിയിൽ, OBC എന്നുള്ളത്, മൈനോറിറ്റി, ഇങ്ങനത്തെ കുറെ കാറ്റഗറീസ് വരുന്നതായിരിക്കാം. അപ്പം നമുക്ക് ഇതിലൊക്കെ നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓൾറെഡി നമുക്ക് പോസിബിലിറ്റി ഉണ്ട്, നല്ല മാർക്ക് ഉണ്ട്. നമ്മൾ ഈ കാറ്റഗറീസും കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. ഇനി ഈ കാറ്റഗറിയിൽ എല്ലാത്തിലും കൂടിയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാറ്റഗറിയിലും അതിന്റെ മേളിൽ പിന്നെയും നമുക്ക് ഒരു ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലത്തെ ഡോക്യുമെന്റേഷൻസും നമ്മുടെ കയ്യിലത്തെ എന്തൊക്കെ ആനുകൂല്യം കിട്ടുമെന്ന് നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേയധികം അഡ്മിഷന്റെ പോസിബിലിറ്റീസ് ഉണ്ട്. ഇത് കോട്ട സിസ്റ്റമാണ്. ഇനി ഇതിന് കൂടാതെ ഇനി ഡൊമിസൈൽ എന്ന് പറഞ്ഞ സംഭവങ്ങൾ കൂടി ഉണ്ട്. ഡൊമിസൈൽ എന്ന് വെച്ചെങ്കിൽ ഏത് നാട്ടുകാരനാണ് താങ്കൾ അല്ലെങ്കിൽ സ്റ്റുഡന്റ് എന്ന് അറിയാനുള്ള സംഭവമാണ്. അപ്പൊ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡ്, നമ്മൾ +2 എക്സാം എഴുതിയിട്ടുള്ള സെന്റേഴ്സ്, ഇതൊക്കെ നമ്മൾ ഒരു സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കേരളത്തിലെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ഡൊമിസൈല് കേരളമായിരിക്കും. അപ്പൊ കേരളമായിട്ടുള്ള ഡൊമിസൈലിന്റെ കുട്ടികൾക്ക് അപ്ലൈ എവിടെയൊക്കെ ചെയ്യാൻ പറ്റും? ഓൾ ഇന്ത്യ കോട്ട ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. ആ സമയത്ത് സ്റ്റേറ്റ് കോട്ടയിലാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൽ മാത്രമേ ആ കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ ആ കുട്ടിക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റും, മറ്റുള്ള സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആ സ്റ്റേറ്റുകളുടെ തീരുമാനമാണ്. അപ്പം കേരളം ഫോർ എക്സാമ്പിൾ ഇസ് എ ക്ലോസ്ഡ് ഡൊമിസൈൽ ആണ്. അപ്പൊ മറ്റ് സ്റ്റേറ്റിലെ കുട്ടികൾക്ക് കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ 15% സീറ്റ് ഓൾ ഓവർ ഇന്ത്യ ആണ്, അതിൽ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. പിന്നീടുള്ള 85% സീറ്റിന്റെ കാര്യമാണ് പറയുന്നത്. അതിൽ കേരളത്തിൽ പഠിക്കുന്ന കുട്ടി, കേരളത്തിലത്തെ ഡൊമിസൈലിലെ കുട്ടികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓപ്പൺ ഡൊമിസൈൽ ആയിട്ടുള്ള സ്റ്റേറ്റുകളിലും കൂടി കേരളത്തിലെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത് എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൂടി നമുക്ക് അറിഞ്ഞാലാണ് നമ്മുടെ കുട്ടികൾക്ക് സെൻട്രൽ അല്ലെങ്കിൽ ഈ ഓൾ ഇന്ത്യ കോട്ട കൂടാതെ മറ്റുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ ചില സ്റ്റേറ്റുകളൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കർണാടക ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ബേസിക്കലി അവരുടെ കുട്ടികൾക്ക്, ഈ കർണാടക ഡൊമിസൈലിലെ കുട്ടികൾക്കാണ് സ്റ്റേറ്റിന്റെ കോട്ട കൊടുക്കുന്നത്. ഈ ഒരു കോട്ട സിസ്റ്റവും അതേപോലെ തന്നെ നമ്മളുടെ ഡൊമിസൈലും നമുക്ക് നോക്കി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കുക എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ അവർക്ക് അഡ്മിഷൻ കിട്ടാം എന്നുള്ള ഗൈഡൻസ് ആണ് കൊടുക്കുന്നത്. കാരണം ഈ കുട്ടികളുടെ മാർക്കിന്റെ ബേസിൽ തന്നെയാണ് അവർക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്കായിട്ട് ഒരു കുട്ടിക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാം എന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ ഇവരുടെ ഈ സർട്ടിഫിക്കേഷൻസും ഇവരുടെ മാർക്കും ഇവരുടെ എലിജിബിലിറ്റിയും ഇവരുടെ കോട്ടയും നോക്കിയിട്ട് നമുക്ക് ഇന്ന കോളേജിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ളൊരു അഡ്വൈസ് കൊടുക്കാനായിട്ട് പറ്റും. അതിന്റെ ബേസിൽ അവർക്ക് വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം. ഇന്ത്യയിൽ എത്ര ടൈപ്പ് ഓഫ് കോളേജസ് ഉണ്ട് MBBS പഠിക്കാനായിട്ട്? അതെ, ഇന്ത്യയിൽ നമുക്ക് ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ സെൽഫ് ഫൈനാൻസിങ് അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അപ്പം ഈ പറയുന്ന കാറ്റഗറീസിൽ ഒക്കെ അപ്ലൈ ചെയ്യുന്നെങ്കിലും ഡിഫറെന്റ് ആണ് കാര്യങ്ങളൊക്കെ. നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലത്തെ അപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രമല്ല ഇന്ത്യയിലത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി 100% സീറ്റുകളും മറ്റുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ 15% സീറ്റും ഓൾ ഇന്ത്യ കോട്ട അണ്ടറിൽ വരുന്നതാണ്. ഈ കോട്ടകളിലൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ 10,000 റുപ്പീസ് നമ്മൾ ബേസിക്കലി ഒരു കോഷൻ ഡെപ്പോസിറ്റ് പോലെ നമ്മൾ ഈ അലോട്ട്മെന്റിലേക്ക് പോകാനായിട്ട് മുമ്പ് കെട്ടിവെക്കേണ്ട പൈസയാണ്. ഇത് നമ്മൾ ഒരു അഡ്മിഷൻ എടുക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ടൈമിൽ എക്സിറ്റ് ആവുകയാണെങ്കിൽ ഈ പൈസ നമുക്ക് റീഫണ്ടബിൾ ആയിട്ട് കിട്ടുന്ന പൈസയാണ്. ഇത് ഗവൺമെന്റിൽ അടയ്ക്കുന്ന പൈസയാണ് കേട്ടോ. ഇനി നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. നോർമൽ കേസിൽ ഓൺ ആൻ ആവറേജ് ഒരു 5,000 ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് കെട്ടിവെക്കേണ്ട ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. ഇതും നമ്മൾ എക്സിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടും. ഇനി നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റിയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ അവർ 2 ലക്ഷം രൂപയാണ് കെട്ടിവെക്കാനായിട്ട് പറയുന്നത്. അതും നമുക്ക് റീഫണ്ടബിൾ ആണ്. നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഓൾ ഇന്ത്യ കോട്ടയിലാണെങ്കിലും ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് കോട്ടയിലാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ കെട്ടിവെക്കുന്ന പൈസ നമുക്കൊരു നമ്മളുടെ അലോട്ട്മെന്റ് പ്രോസസ് നടക്കുന്നത് റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3, പിന്നെ മോപ്പപ്പ് റൗണ്ട് പറഞ്ഞ 4th റൗണ്ട്, ഇങ്ങനത്തെ 4 റൗണ്ടുകളിലാണ്. ഇത് നമ്മളുടെ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് അപ്ലിക്കബിൾ ആണ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് കോട്ടയിലും അപ്ലിക്കബിൾ ആണ്. അപ്പം ഈ റൗണ്ടുകളിലൊക്കെ നമ്മൾ 4th റൗണ്ടിലേക്ക് പോയിട്ട് നമുക്കൊരു കോഴ്സ് അഡ്മിഷൻ നമുക്കൊരു കോളേജ് നമുക്ക് അലോക്കേറ്റഡ് ആവുകയും നമ്മൾ അത് എടുക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടില്ല.
നമുക്ക് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് തേർഡ് റൗണ്ട് കഴിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. നമ്മൾ തേർഡ് റൗണ്ട് കഴിഞ്ഞിട്ടും എക്സിറ്റ് ആവാത്ത ഫോർത്ത് റൗണ്ടിലേക്ക് പോയിട്ട് നമുക്കൊരു സീറ്റ് അലോക്കേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെച്ചിട്ടുള്ള കോഷൻ ഡെപ്പോസിറ്റ് നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ നമ്മൾ എക്സിറ്റ് ആവേണ്ട സമയങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളൊരു കുട്ടി അഡ്മിഷൻ കിട്ടുകയും ഈ പറഞ്ഞ 3 ടൈപ്പ് ഓഫ് കോളേജ് എന്താ പറയുക യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസ് ഉണ്ട്. അപ്പോൾ ഇതിലെ ഫീസ് സ്ട്രക്ചർ മൂന്നിലും വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ സെയിം ആണോ? വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. ഇപ്പം ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ ഒക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീസ് ഒരു 30,000 ആ റേഞ്ചിലാണ് നമുക്ക് വരുന്നത്. എസ്പെഷ്യലി സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൾ ഇന്ത്യ കോട്ടയിലൊക്കെ വരുന്നതിന് ഇത്രയും ഫീസ് വരുന്നുള്ളൂ. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും വലിയ ഡിഫറൻസ് ചിലപ്പോൾ ഒരു 30,000 എന്നുള്ളതിൽ 50,000 രൂപയ്ക്ക് ഫീസ് വരുന്നുണ്ടായിരിക്കുള്ളൂ. വളരെ എക്കണോമിക്കലായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ ഈ പറയുന്ന പ്രൈവറ്റ് കോളേജസും അതേപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റികളൊക്കെ ആകുമ്പം ഇതിന്റെ റേറ്റുകൾ വളരെ വലിയ ഡിഫറൻസ് കാണാം. അത് ഏകദേശം ഒരു 8 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയൊക്കെ ഇതിന്റെ റേറ്റുകൾ പെർ ഇയർ ഫീസ് ഉണ്ടാവും. ഇനി ഇതിൽ തന്നെ NRI ആയിട്ടുള്ള പാരന്റ്സ് അല്ലെങ്കിൽ NRI ട്രീറ്റ്ലേഴ്സിന്റെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ അവരുടെ ഫീസും ഈ പറഞ്ഞ പോലെ ഏകദേശം 20 lakhs ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെർ ഇയർ ഫീസ് ആണ് പറയുന്നത്. ഇവരുടെ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് 4.5 വർഷമാണ്. 5 വർഷത്തേക്കുള്ള ഫീസ് നമ്മൾ അടയ്ക്കണം. ഓരോ വർഷങ്ങളായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അതെ. ഇതില് ചില ആൾക്കാർ പറഞ്ഞേക്കാം ഇത്രയും പൈസ തന്നു കഴിഞ്ഞാൽ MBBSന്റെ സീറ്റ് വാങ്ങിച്ചു തരാം. അങ്ങനെ എന്തെങ്കിലും നടക്കുന്നതായിട്ട്? അത് പോസിബിൾ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് അങ്ങനെ നടന്നിരുന്നു, നടക്കാറുണ്ടായിരുന്നു. പക്ഷേ 2016 മുതൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നീറ്റിന്റെ എക്സാം ഫോളോ ചെയ്യുന്നുണ്ട്. വളരെ ഗൈഡൻസും വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നീറ്റിന്റെ ആ ഒരു പ്രോസസ്സിലൂടെ അല്ലാതെ അലോട്ട്മെന്റ് പ്രോസസ്സിലല്ലാതെ ഒരു സീറ്റും കിട്ടില്ല. ഈവൻ NRI സീറ്റ് പോലും നീറ്റിന്റെ പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ MLA ലെറ്റർ ഉണ്ട്, MP ലെറ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല കുട്ടികളും നമ്മളും അപ്രോച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ അഡ്മിഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റം അല്ല ഈ പറയുന്ന നീറ്റിന്റെ അലോട്ട്മെന്റ്. അപ്പോൾ അങ്ങനെയുള്ള സീറ്റുകൾ കിട്ടില്ല. നിങ്ങൾക്ക് ആ ഒരു പോസിബിലിറ്റീസ് ഉള്ളത് NRI സീറ്റുകൾ നമുക്ക് കുറച്ച് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിലും നമുക്ക് NRI സീറ്റുകൾ നമുക്ക് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതും ഈ നീറ്റിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ തന്നെ പോകണം. അപ്പോൾ എഡ്യൂഫ്ലൈ ഈ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ നീറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് എന്ത് ഹെൽപ്പാണ് ചെയ്തു കൊടുക്കാനായിട്ട്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അഡ്മിഷൻ ഗൈഡൻസ് ആണ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് നീറ്റിന്റെ കോച്ചിങ് നിർബന്ധമായിട്ടും പോകണം എന്നുള്ള കാര്യങ്ങളാണ്. ഓൾറെഡി പോകുന്ന കുട്ടികളായിരിക്കും ബഹുഭൂരിപക്ഷം കുട്ടികളും. ഇൻ കേസ് പോവാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇമ്മീഡിയറ്റ് ജോയിൻ ചെയ്യാനും അല്ലെങ്കിൽ ക്രാഷ് കോഴ്സും ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ചില പോർട്ടൽസ് അവൈലബിൾ ആണ്. അതിൽ ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഇൻഫർമേഷൻസ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഒരു കോച്ചിങ് ഇല്ലാതെ നമ്മൾ എക്സാമിലേക്ക് പോവാന്നുള്ളത് നമുക്ക് പാസ്സാവാനുള്ള ഒരു സാഹചര്യം വളരെ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് അത് ഒരു നിർബന്ധമായിട്ടും ചെയ്യാനുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. രണ്ടാമത് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നീറ്റിന്റെ രജിസ്ട്രേഷന് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നീറ്റിന്റെ രജിസ്ട്രേഷൻ നമ്മൾ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ചെയ്യുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുറെ കോട്ട സിസ്റ്റംസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പോൾ ജനറൽ ആണോ അല്ലെങ്കിൽ SC/ST ആണോ അല്ലെങ്കിൽ BC ആണോ എന്നുള്ള കുറെ കാര്യങ്ങളും മൈനോറിറ്റിയുടെ കാര്യങ്ങളും ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സമയത്ത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന കോട്ടയിലാണ് നമ്മളുള്ളത് എന്നുള്ളത് ആ ഒരു സർട്ടിഫിക്കേഷനിൽ തന്നെ വരും. അപ്പോൾ ആ ഡോക്യുമെന്റ്സുകളൊക്കെ റെഡിയാക്കി വെക്കുക എന്നുള്ള കാര്യങ്ങളും കൂടി കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനുള്ള ഹെൽപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം കുട്ടികളുടെ കയ്യിലാണ്. അവർ എക്സാം മെയ് മാസമാവുന്ന സമയത്ത് നല്ല രീതിയിൽ എക്സാം എഴുതുക. പിന്നെ അതിനുശേഷം നീറ്റിന്റെ റിസൾട്ട് വരാനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. ആ റിസൾട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കിട്ടിയ മാർക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് റാങ്ക് എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എവിടെയൊക്കെ അഡ്മിഷൻ കിട്ടാൻ പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പം ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസിൽ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ, എത്രയായിരുന്നു പ്രീവിയസ് ഇയറിലത്തെ മാർക്സ്. നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിലത്തെ ഒരു 4 വർഷത്തെ ഡാറ്റ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ ഡാറ്റ വെച്ചിട്ട് ഈ കുട്ടികൾക്ക് ഇന്ന മാർക്ക് വെച്ചിട്ട് ഏത് കോളേജ് അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ അവരെ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഹെൽപ്പുകളും അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ SECയുടെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളും അതുപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റി അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ബേസ്ഡ് ഓൺ ദെയർ മാർക്ക്. അങ്ങനെയുള്ള ഒരു അഡ്മിഷന്റെ പ്രോസസ്സാണ് നമ്മൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ സാധാരണ നിലയ്ക്ക് നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് നമുക്ക് മാർക്ക് നല്ല മാർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ കിട്ടും. ഇൻ കേസ് മാർക്ക് ഇച്ചിരി കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലോ നമുക്ക് എടുത്തു കൊടുക്കാനായിട്ട് പറ്റും. NRI സ്റ്റാറ്റസിലെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും.
നമ്മളുടെ സർവീസ് എന്ന് പറയുമ്പം ഇവർക്ക് അഡ്മിഷൻ ഗൈഡൻസ് കൊടുക്കുന്നതിനൊപ്പം തന്നെ അഡ്മിഷൻ അവർക്ക് ആക്കി കൊടുക്കുക എന്നുള്ളതും കൂടി നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് നോർമൽ കേസിൽ അഡ്മിഷൻ അലോട്ട്മെന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടി എന്നൊരു ധാരണയാണ് പല പാരന്റ്സിനും പല കുട്ടികൾക്കും ഉള്ളത്. പക്ഷെ അത് അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഒരുപക്ഷെ കേരളത്തിലാണെങ്കിൽ നമുക്ക് നേരിട്ട് പോകാനും നേരിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അറിയാം. പക്ഷെ കേരളത്തിന് പുറത്ത് ഒരുപക്ഷെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ തെലങ്കാനയിലോ അല്ലെങ്കിൽ അറിയണോ മേ ബി ഛത്തീസ്ഗഡിലോ നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെങ്കിൽ ആ കോളേജിൽ നമ്മൾ പോയിട്ട് അഡ്മിഷൻ മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും ഡോക്യുമെന്റുകളൊക്കെ ചെയ്യാണ്ടായിരിക്കും. കുറച്ച് അഫിഡവിറ്റുകളാണ്, അത് സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്യേണ്ടതാണ്, നോട്ടറി ചെയ്യേണ്ടതാണ്. ഒരുപക്ഷെ നമ്മൾ അവിടെ എത്തുന്ന സമയത്തായിരിക്കും നമ്മൾ ആ ഡോക്യുമെന്റ് ഇല്ല എന്നറിയുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിഷൻ ഓഫീസർ പറയാണ് ഈ ഡോക്യുമെന്റ് ശരിയല്ല, വേറെ സ്റ്റാമ്പ് പേപ്പർ ചെയ്ത് കൊണ്ടുവരണം എന്ന് പറയുന്നത്. നമ്മളുടെ പാരന്റ്സിന് മിക്കവാറും പാനിക് ആവും ആ സമയത്ത്. കാരണം അവരുടെ കയ്യിൽ അറിയുന്ന നോട്ടറി വക്കീൽമാരുണ്ടാവില്ല, അല്ലെങ്കിൽ അറിയുന്ന സ്റ്റാമ്പ് പേപ്പർ കിട്ടാനായിട്ട് മാർഗം ഉണ്ടാവില്ല. നമ്മുടെ അഡ്മിഷൻ നഷ്ടപ്പെടാനുള്ള ഒരു പോസിബിലിറ്റി കൂടി അവിടെ ഉണ്ട്. അപ്പൊ നമ്മളുടെ ഒരു സ്റ്റാഫ് നിങ്ങളുടെ ഒപ്പം ഈ പറഞ്ഞ കോളേജിലേക്ക് വരികയും നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിട്ട് നിങ്ങൾക്ക് ആ കോളേജ് അഡ്മിഷൻ എടുത്തു തന്നതിന് ശേഷമാണ് നമ്മൾ നമ്മളുടെ സർവീസ് അവസാനിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ നീറ്റ് രജിസ്ട്രേഷൻ തുടങ്ങി ഈ പറയുന്ന അഡ്മിഷൻ കിട്ടി, ഏത് കോളേജിലാണ് കിട്ടിയത് അവിടെ പോയി അഡ്മിഷൻ എടുക്കുന്നത് വരെയുള്ള ഹെൽപ്പ് എജുഫ്ലൈ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ 2026 എക്സാം എഴുതാൻ പോകുന്ന നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടി നിങ്ങളെ ഇപ്പോൾ തന്നെ നിങ്ങളെ അപ്രോച്ച് ചെയ്യാം. യെസ്, ഏറ്റവും നേരത്തെ അപ്രോച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡോക്യുമെന്റേഷൻ ആവശ്യം വരുന്നത്, എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏർലി സ്റ്റേജിൽ കിട്ടുമ്പോൾ അത്രയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒരു പക്ഷേ ഈ അഡ്മിഷന്റെ പ്രോസസ്സ് കണ്ടിന്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ നീറ്റിന്റെ എക്സാം കഴിഞ്ഞിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ അടുത്തുള്ള ഫയലുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ തന്നെ അറിയാമല്ലോ, കുറെ കോംപ്ലിക്കേഷൻസ് ഉള്ള ഫയലുകളാണ് എല്ലാ ഫയലുകളും. കുറേ അധികം ഓപ്ഷൻസും ചോയ്സും ഒക്കെ ചോദിച്ചു വരുന്ന സമയത്തായിരിക്കും ഒരു പുതിയ ആപ്ലിക്കേഷൻ വരണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അതിന്റെ മേളിലധികം സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം കിട്ടിയെന്ന് വരില്ല. അപ്പം ആ സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത്. എപ്പോഴും നമുക്ക് നേരത്തെ സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും നേരത്തെ വന്നിട്ട് നമ്മൾ ഓപ്ഷൻസ് അന്വേഷിക്കുകയും എങ്ങനെയാണ് ഇതിന്റെ പോസിബിലിറ്റി എന്ന് അറിയുകയും ഇതിന്റെ ഫീ സ്ട്രക്ചർ അറിഞ്ഞിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് നമ്മളുടെ പഠനം കണ്ടിന്യൂ ചെയ്യാനും പാരന്റ്സിനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫിനാൻസ് അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സമയം കൂടി കിട്ടുവാണ്. എത്ര കുട്ടികളെ ഒരു അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് നമ്മൾ ഒരു 100 കുട്ടികളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. കാരണം അതിലേക്കാട്ടും കൂടുതലായി കഴിഞ്ഞാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. കാരണം ഇതിന്റെ അലോട്ട്മെന്റ് പ്രോസസ് എല്ലാം ഒരേ സമയത്ത് നടക്കുന്നതാണ്. അപ്പൊ നമുക്ക് എല്ലാ കുട്ടികൾക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി എല്ലാ കുട്ടികളുടെയും ഫയൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യം നമ്മൾ എടുക്കുന്ന 100 ഫയലുകളായിരിക്കും നമ്മൾ ഈ 2026 നീറ്റ് അലോട്ട്മെന്റിലേക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ. അപ്പോൾ 2026 MBBS എഴുതാൻ പോകുന്ന നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ നിങ്ങളുടെ അടുത്ത് വന്ന് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത്രയും നേരത്തെയുള്ള ഹെൽപ്പുകൾ അവർക്ക് കിട്ടി തുടങ്ങും. അവർ പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡുകൾ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. എല്ലാത്തിനും ഉപരിയായിട്ട് അവർ ഫോക്കസ്ഡ് ആവേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും.